കുറെ നാളായി ഉള്ളിലൊരുത്തിതൻ ജഡമടിഞ്ഞു നാറുന്നു. സംക്രമണം ആറ്റൂർ രവിവർമ്മ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റമാണ് സംക്രമണം എന്നാൽ അർത്ഥമാകുന്നത്. മലയാള കവിതയിലെ ആധുനിക പ്രസ്ഥാനത്തിലെ പ്രമുഖനായ കവിയാണ് ശ്രീ ആറ്റൂർ രവിവർമ്മ. അദ്ദേഹത്തിന്റെ മികച്ച രചനകളിലൊന്നാണ് സംക്രമണം. അവതരണ രീതിയിലെ പുതുമ, പ്രമേയത്തിന്റെ പ്രാധാന്യം, ഭാഷയിലെ മുറുക്കം എന്നിവയിലൂടെ ഈ കവിത ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സ്വന്തം സാധ്യതകളും ശേഷികളും ആർക്കോ വേണ്ടി ഹോമിക്കേണ്ടി വന്ന സ്ത്രീസ്വത്വമാണ് കവിതയിൽ വിഷയമാകുന്നത്. ജീവചൈതന്യം നഷ്ടപ്പെട്ട് ജഡമായി തീർന്ന് ദുർഗന്ധം പരത്തുന്ന സ്ത്രീത്വം കവിയെ അസ്വസ്ഥനാക്കുന്നു. ലോകാനുഭവം നേടേണ്ട എല്ലാ ഇന്ദ്രിയാവസ്ഥകളും അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഒരു കുറ്റിച്ചൂല്, നാറത്തേപ്പ്, ഞണിഞ്ഞ കഞ്ഞിപ്പാത്രം, ഒരടി മണ്ണ് എന്നീ പ്രയോഗങ്ങൾ സ്ത്രീ അവസ്ഥയുടെ ദയനീയതയെ ശക്തമായി ധ്വനിപ്പിക്കുന്നു. എന്നാൽ അടുത്ത ഭാഗത്ത് സ്ത്രീയുടെ യഥാർത്ഥ ശേഷിയെ ചൈതന്യവത്തായ മറ്റൊരു ജീവശരീരത്തിൽ ചേർക്കുന്നു. ഈ സംക്രമണം അഥവാ മാറ്റമാണ് കാവ്യശീർഷകത്തിന്റെ പൊരുള്. സ്വയം പര്യാപ്തത നേടിയ സ്ത്രീത്വം എല്ലാ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ ഉണർന്നു പൊരുതുന്നു. നരഭോജിയായ കടുവ, ഇരയെ സംഘമായി വളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായ എന്നീ ബിംബങ്ങളിലൂടെ സ്ത്രീയുടെ യഥാർത്ഥ ശേഷി എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. അവൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അവളുടെ മരണം പോലും ലോകനന്മയ്ക്കായുള്ള ശ്രേഷ്ഠമായ ബലിയായി മാറുന്നുവെന്നാണ് കവിതയിൽ വ്യക്തമാക്കുന്നത്. സ്ത്രീത്വത്തിന്റെ യഥാർത്ഥ ചൈതന്യത്തെ ഒരുതരം ഭാവനാത്മകമായ ഉച്ചാടനത്തിലൂടെ വീണ്ടെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന രചനയാണിത്. ആത്യന്തികമായി സ്ത്രീത്വത്തിന്റെ പ്രകടമായ വിജയത്തെ പ്രതീക്ഷിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണമെന്ന് വായനക്കാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആറ്റൂരിന്റെ രചനാപരമായ മികവ് തെളിഞ്ഞു നിൽക്കുന്ന സംക്രമണം സമകാലിക സമൂഹത്തിൽ ഏറ്റവും പ്രസക്തവുമാണ്. ഇതാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയുടെ ആശയം.